തന്നെ ആരാണ് യഥാർത്ഥത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയത്? വിവാദമുണ്ടാക്കിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെയാണ്. അതിലൊരു തർക്കമില്ല. കാരണം എന്താ അറിയോ, എവിടുന്നാ വിവാദം തുടങ്ങുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് SKSF വിശ്വാസമല്ലാന്ന് ഞാൻ അന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ വിശ്വാസം ഉണ്ടാവുക ഇക്കാര്യത്തിലായാൽ. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെ തുടങ്ങുന്നറിയോ വിവാദം. ഇയാള് ഫസ്റ്റ് തന്നെ സനതാണോ കാര്യം എന്നാണ് ചിന്തിച്ചിട്ടല്ല, അത് അപ്പോഴാണ് കൊടുക്കലാണ്. അപ്പൊ ഒരാളാവരാണല്ലോ അവിടുത്തെ ആവശ്യം. അതുകൊണ്ട് പറഞ്ഞെന്ത്, ഇതാ സനത് വായിക്കുന്നു, സനത് ആവശ്യമുള്ളവർക്ക് ഇതാ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വായന. എന്താ ഈ വായിക്കാൻ പോകുന്നതെന്ന് തന്നെ അറിഞ്ഞൂടാ. നിങ്ങൾ ചിന്തിക്കണം. വളരെ കൃത്യമായി ആ വിഷയത്തിൽ നമ്മൾ പഠനം നടത്തിയപ്പോൾ തിരിഞ്ഞ സംഗതികളാണ്. അതിനെല്ലാവർക്കും കാണാതെ അറിയുന്ന സംഭവമാണല്ലോ. അത് കഴിഞ്ഞിട്ട് വടകര പോയിട്ട് പറഞ്ഞു സനത് വേണം, ഹദീസുകളൊക്കെ സനത് കൊണ്ടാണല്ലോ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് സനത് വേണതിനും മാത്രമല്ല ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ ഇസ്നാദ് എന്നൊക്കെ ഓതിയിട്ട് തന്നെ ആ തിരികേശം എന്ന് പറഞ്ഞ് കൊടുത്ത സംഭവം, അത് നടന്ന സംഭവം ആ വേദിയിൽ വെച്ച് തന്നെ സനത് വേണമെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ആളുകൾക്കൊക്കെ മനസ്സിലായി അന്നാ സനത് വേണേക്കും, സനത് വായിച്ചും ചെയ്തല്ലോ. പിന്നെ നോക്കുമ്പോ പറഞ്ഞു അത് സനത് എന്നതിനെ പറയാൻ പറ്റൂല, അത് വായിച്ചത് നസബയായിരുന്നു. അപ്പൊ പിന്നെ ആ വായിച്ചത് പൊളിഞ്ഞല്ലോ. കാരണം ഈ വായിക്കുന്ന എന്താന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇതാന്ന് മനസ്സിലായത്. ഇപ്പോ നോക്ക് നിങ്ങൾ എവിടെ എത്തി, സനത് ആവശ്യമില്ല എന്നാ അപ്പൊ പറയുന്നത്. ഇത് ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോ സനത് ആവശ്യമില്ല എന്ന് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലായോ? അങ്ങനെ ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ആഗ്രഹിക്കാത്തതും പറയാത്തതും കൊണ്ടൊന്നല്ല. ഇനി ഇപ്പൊ നിങ്ങൾ നോക്ക്, അവിടെ ഹൈക്കോടതിന്റെ കേസ് നടക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നും വായിച്ചല്ലോ അല്ലെ, സനത് എന്ന് പറഞ്ഞിട്ട് വായിച്ചു. തരീഖത്തിന്റെ പകർത്തിയെടുത്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഞാനൊന്ന് വായിക്കട്ടെ, ഓരോരുത്തരുടെയും പേര് വായിക്കട്ടെ. അപ്പൊ ഒരാളാണോ നിങ്ങൾ ചിന്തിച്ചോളൂ. ഖാദിരിയ്യ തരീഖത്തിന്റെ സനദിൽ ഒന്നാമതായി വരുന്ന വ്യക്തി അസ്സൈഖുൽ ഫാദിൽ വലിയുല്ലാഹി മൂസാ മഹ്ദിൽ ജൗഹരിൽ ഫിർദൗസി. അതേസമയം ഷാഹ് മുബാറക്കിന്റെ സനദിൽ വരുന്നതോ ഗുലാം അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഇനി രണ്ടാമത്തത് സയ്യിദ് ഷാഹ് ഇബ്രാഹിം ഹുസൈൻ തരീഖത്തുൽ ഖാദിരിയ്യ. അതേസമയം ഷാഹ് മുബാറക്കിന്റേത് സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി. 3 ഷാഹ് മുഹമ്മദ് സജ്ജാദ്. അതേസമയത്ത് ഇപ്പുറത്ത് സയ്യിദ് അഹമ്മദുൽ ഖാദിരി. ഇപ്പുറത്ത് അതാ തരീഖത്തിൽ ഷാഹ് മുഹമ്മദ് ഹയ്യാത്ത് ഖദ്ദസല്ലാഹു സിർറഹു. ഇപ്പുറത്ത് നിസാമുദ്ദീനുൽ ഖാദിരി. ഇപ്പുറത്ത് സയ്യിദ് ഷാഹ് അമീൻ അഹമ്മദ്. അതിന്റെ നേരെ ഇപ്പുറത്ത് അതിന്റെ മറുവശത്ത് ഷാഹ് മുബാറക്കിൽ വരുന്നത് ഇമാമുദ്ദീനുൽ ഖാദിരി. ഇനിയും അമീറുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഇപ്പുറത്ത് തരീഖത്തിൽ, അതിന്റെ നേരെ ഇപ്പുറത്ത് സൈഫുദ്ദീൻ. ആ വായിച്ചതിലൊന്നും അപ്പറഞ്ഞ ജാലിയവാലയുടെ പേര് പോലും വായിച്ചിട്ടില്ല. എന്തായാക്കിപ്പോ പിന്നെ അയോഗ്യനായോ? ചിന്തിക്കേണ്ട സംഗതിയാണ്. ഷാഹ് മുബാറക്ക് കൊടുത്ത നേരെ ആളുടെ പേര് വായിക്കാൻ എന്താ പേടി? ഇതിന്റെ അപ്പുറത്തുള്ള ആളാരാ? ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ജീവിതത്തിൽ ആകെ അയാളെ കണ്ടിട്ടുള്ള തോട്ടുമുഖം സഖാഫി മാത്രമായിരിക്കും ഞാൻ മനസ്സിലാക്കി. കാരണം ഇയാൾ പേരോടത്തിന് എന്താ പറഞ്ഞ് ഹരിയവാലനെ കണ്ടിട്ടില്ലല്ലോ. ബോംബെയിലേക്ക് എന്തിനാ പോയതെന്ന് ചോദിച്ചു. ബോംബെയിലേക്ക് പോണീന് എന്തിനാ? ഇത് തിരികേശമാണെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബോംബെയിലേക്ക് പോയാൽ അതിനെ ആശീർവദിക്കല്ലേ വേണ്ടത്? അവിടെ ഉള്ളതും തിരികേശം തന്നെയല്ലേ. അപ്പൊ ആദ്യത് വിശ്വസിക്കാത്ത ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതോ ഒന്നാമത്തെ പൊന്മളെ? അത് രണ്ടും ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് വെറുതെ പറയുന്നല്ല. ഈ 4.5 മണിക്കൂറിൽ ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയല്ലേ. അയാൾ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറയില്ല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ലേ ആള് വളഞ്ഞ സാധനമാണല്ലോ. ഓന്റെ അടുത്ത് വരും, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കുന്നു പറഞ്ഞാണ് പോയി.
വാലിനെ കൊടുത്ത മുടി നസ്രുല്ലാസ്ലം തങ്ങളുടെ ഷെയർ മുബാറക്കാണ് പേരെടുത്ത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷെയർ മുബാറക്കല്ലാന്ന് പറഞ്ഞില്ല. അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്? അംഗീകരിക്കുന്നോ തള്ളുന്നോ അത് തൽക്കാലം ഇപ്പൊ കൽപ്പനയാൻ വേണ്ടി പറയാം. ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ പറയില്ല. ഞാൻ അത് നബിസല്ലല്ലാഹുവിന്റെ മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം. ആണെന്ന് പറയാം. അത് നബിസല്ലല്ലാഹുവിന്റെ മുടി ആയാലും ആയില്ലെങ്കിലും നിങ്ങളറിയണം, ഞാൻ പറയുന്നത് ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്താൽ പിന്നെ അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കിട്ടുമോ? അവിടെയാണ് ഇതിന്റെ സംഭവം ഇരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഓരോന്ന് പറഞ്ഞാൽ ആക്കോട് പരിപാടിയും അതേപോലെ എല്ലാം ഉണ്ടാക്കി ചെയ്യിപ്പിച്ച് സമൂഹത്തെ കൊണ്ട് അത് ആദരിപ്പിച്ച് പിന്നെ അവർക്ക് സംഘടന ആവശ്യം കഴിഞ്ഞു എന്ന് കണ്ടാൽ അത് വലിച്ചെറിഞ്ഞിട്ട് എന്തിനാണ് അത് ചെയ്തത്? സംഘടന പറഞ്ഞിരുന്നോ? സംഘടന ഇപ്പം എല്ലാം പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മുസാഫ് നിലത്ത് വീണാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി? അടുത്ത മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കല എടുത്തേക്കണമെന്ന്. അല്ല, ഇത് തിരികേശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ മൂപ്പർക്ക് വിശ്വാസമില്ല. എന്നിട്ട് ലാസ്റ്റ് പൂനൂരിൽ വന്ന വാദങ്ങൾ കേട്ടില്ലേ? ബറക്കത്തുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞ ഒരാൾ തന്നാൽ ആ തരുന്ന വ്യക്തി ഒരു മഹാൻ അല്ലെങ്കിൽ പോലും അത് ബറക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുൻഗാമികൾക്കുള്ളത് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. أو بالخشبة أو بالشيء الذي لعل قيمته لا تكون إلا درهما أو نحوه فيقول إن هذا كان للنبي صلى الله عليه وسلم. എന്താ പറഞ്ഞതെന്നറിയോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയാകാശ് വിലക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉറുപ്പിക മാത്രം വിലക്ക് വരുന്ന വസ്തു ഒരാളെന്റെ കയ്യിൽ കൊണ്ടെത്തരുന്നു. ആ കൊണ്ടെത്തരുന്ന വ്യക്തി നിങ്ങൾ മനസ്സിലാക്കണം, أو قد وضع يده عليه أو شرب فيه أو مسه وما هو عندي بثقة ولا دليل على صدق الرجل. എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്നവൻ വിശ്വസ്തനല്ലാഞ്ഞിട്ട് പോലും, അയാൾ സത്യമേ പറയുന്നേ ഉറപ്പില്ലാഞ്ഞിട്ട് പോലും ഒരു ഉറുപ്പിയക്കില്ലാത്ത സാധനം 1000 സ്വർണ്ണ നാണയം കൊടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അതിൽ കൂടുതലും കുറച്ചും കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മുഖത്തും കണ്ണിനും വെക്കാറുണ്ട്. ഞാൻ അതിലേക്ക് നോക്കി ബറക്കത്തെടുക്കാറുണ്ട്. ഏത് ഫാസിക്ക് തന്നാലും അത് വാങ്ങി വെക്കണം. ആര് പറഞ്ഞാലും വാങ്ങി വെക്കണം. എങ്ങനെ വാങ്ങി വെക്കാതിരിക്കും? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരെന്നെ പറയാണ്, ജിഷാൻ അവിടുന്ന് കൊണ്ടുവന്നപ്പോ ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. അപ്പൊ അതെന്താ സംഭവം? ജിഷാൻ പറഞ്ഞു ഞാൻ എവിടുന്നാ കൊണ്ടുവന്നത്, ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പുതിയൊരു മറുപടി. എന്താ? ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പറഞ്ഞ ആളാരത്? ജിഷാൻ. ഈ പറഞ്ഞ ആൾക്ക് ഇത് തിരികേശാന്ന് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വെക്കാത്തത്. പറഞ്ഞാക്കുണ്ടാവണമെന്നുണ്ടോ? ഈ കേൾക്കണ വ്യക്തിക്കുണ്ടായ പോരെ വാങ്ങി വെക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കണാരൻ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഒരു മുസാഫുമായിട്ട് വന്നു, അയാൾക്കത് ഖുർആനാന്നൊന്നും വിശ്വാസമൊന്നുമില്ല. അയാൾ നമ്മളോട് പറയാൻ നിങ്ങളെ ഖുർആനല്ലേ, നിങ്ങൾ എടുത്തു വെച്ചോന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങൂലെന്നറിയില്ല. അങ്ങനെയുണ്ടോ? അപ്പൊ ഈ പൊട്ടത്തരം പറഞ്ഞ് സമൂഹത്തെ അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. സക്കരിയയുടെ ഭാഷ തന്നെ അതിനേറ്റവും നല്ലത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ ഇതിന്റെ ഒന്നാം പ്രതി ആരാന്ന് ചോദിച്ചാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം മുമ്പ് പറഞ്ഞിട്ട് ആലോചിക്കപ്പോ എന്താ പറഞ്ഞത്? അതാണ് അതിന്റെ പ്രശ്നം. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓരോന്നങ്ങോട്ട് 10 കൊടുക്കും, പിന്നെ ആളുകൾ ചോദിക്കുമ്പോ അത് ഞാനൊന്നുകൂടി ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മളെ തുർക്കിയും മനസ്സിലാവാതെ പോയത്. പല വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ കൃത്യമായി പറയുന്നു, ഈ വിഷയത്തിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ വിശ്വസിക്കാന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ സംഗതി കഴിഞ്ഞ്. കാരണം എന്താണ്? ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോ തന്നെ
എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഇപ്പോ കളവുകളുടെയും അതുപോലെ പല രൂപത്തിലുള്ള നുണകൾ മാത്രം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതി. മൂപ്പര് വന്ന് പറയുമ്പോൾ പിന്നെ നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു SKSFകാരൻ അത് വെച്ച് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു ദിവസം ഈ വിവാദം നടന്നതിന് ശേഷം എന്നോട് പറഞ്ഞു ഒരു ദിവസം, രാമന്തളിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹസൻ സക്കാഫിക്കറിയാം കാന്തപുരവും രാമന്തളിയും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് ഇപ്പൊ പുതിയൊരാളെ പറഞ്ഞു, നൂറിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, കുറ്റിപ്പുറം അറിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് വളരെ വിശദമായി നമ്മൾ പഠനം നടത്തുമ്പോ സമസ്തയുടെ നിലപാടിലേക്ക് ആളുകൾ എത്തിപ്പോവുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം നിങ്ങൾ നോക്കും, ഇതും കൂടി വായിച്ചാൽ അത് കഥ പൂർത്തിയാവും. ഞാൻ കൂടുതൽ പറയേണ്ടി വരും തോന്നുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഓരോ വിഷയത്തിലും പഠനം നടത്തുമ്പോൾ അതിന്റെ വിശ്വാസ്യതയും കാര്യവുമാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായി വരുന്നതെങ്കിൽ, ഇതൊക്കെ ഈ പരസ്പര വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളും നിറയുമ്പോൾ ആ ഒരു നിലപാടിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. ഇതിൽ ലേഖനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രം മറന്നാൽ മതി. അന്ന് SKSF പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലാവും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്ന ഒരു സംഗതി, അത് എന്തിന്റെ പേരിലായാലും, അവിടെ ഞാൻ ഒന്നുകൂടി പറയാം, AP വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങൾ പലതും അതിന്റെ കണക്കുകൾ പോലും പരിശോധിക്കപ്പെടാൻ അനുവദിക്കാത്ത രൂപത്തിലാണ് പലതും പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ കമ്മിറ്റിയിൽ ഏതോ ഒരാൾ കണക്ക് ചോദിച്ചതിന് അയാളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിനല്ലേ കണക്ക് നോക്കാന്നില്ല. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ ആളുകൾ ഒന്ന് പറയും. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത്, അപ്പോ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഇയാളോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ, നേരത്തെ നടന്നൊരു ചോദ്യത്തിന്റെ ബാക്കിയിലായി. അപ്പൊ മറുപടി, ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരികേശം തന്നെയാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. അതായത് തിരികേശം വെച്ച് ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ്. സിറാജിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പിന്നെ നോട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രചരണവും നടത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യത്തിൽ പോലും പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ പറയാണ് തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ പത്രക്കാരന്റെ ചോദ്യം, തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? അപ്പൊ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതും ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം, അത് ഉറപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ആ മർക്കസിലുള്ള ഒരു പള്ളി മസ്ജിദുൽ ഹാമിലി അവിടെ വെച്ചാൽ പോരേത്? അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി ഞാൻ പറയുന്നു. ഞങ്ങളത് പറയാൻ കാരണം, എത്രയോ സ്ഥലത്ത് നിങ്ങൾക്കറിയാലോ ഇതിന്റെ കൂപ്പൺ, ഞങ്ങളൊക്കെ പ്രസംഗിക്കത്തിന് പോകുമ്പോ തന്നെ കൂപ്പണേറ്റാ പോലെ. കാരണം എന്താ, അവിടുന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വേണ്ടി വന്നാൽ അപ്പൊ തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തിരികേശ പള്ളി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പള്ളി, അപ്പള്ളിയിൽ എവിടെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനീ സമൂഹത്തോട് ഇത് പറഞ്ഞു? ഇത് സമൂഹം വായിക്കുന്നവരല്ലേ. അപ്പോ ഓരോ വിഷയത്തിലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ സനത് തൊട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമെന്ന് മനസ്സിലാവും. ഇനി ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഇപ്പോ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ രാമന്തളിയെ വിമർശിച്ചു. അവിടെ പറഞ്ഞ വിഷയം, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തിരികേശത്തിനെതിരായിരുന്നില്ല. അദ്ദേഹം